ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ടും ഒരു ഈവനിങ് ടൈമിലൊക്കെ ഒന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലത്തേക്കാണ് നമ്മുടെ ഒരു ഫാമിലി യാത്ര. വേറെ എവിടെയല്ല, നമ്മുടെ തൃശ്ശൂർക്കാർക്ക് സുപരിചിതമായ സ്ഥലം തന്നെയാണ് പുള്ള്. അപ്പോൾ അതിൻ്റെ നമുക്ക് കാഴ്ചകളിലേക്ക് കടന്നാലോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ അമ്മാളം പെരിങ്ങോട്ടര റോഡ്. അപ്പോൾ ആ റോഡിൽ രണ്ട് സൈഡ് ഭാഗത്തായിട്ടും പാടങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ വഴിക്ക് ഇങ്ങനെ പോവാം. റൈറ്റ് സൈഡിൽ കാണാൻ പോകുന്നതാണ് കുണ്ടോളിക്കടവ് ഷാപ്പ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഷാപ്പാണത്. ഇവിടുന്ന് ആ ഷാപ്പ് കഴിഞ്ഞാൽ ഇവിടുന്ന് റൈറ്റ് സൈഡാണ് പുള്ളിലേക്ക്. നേരെ പോയി കഴിഞ്ഞാൽ പെരിങ്ങോട്ടുകര ആ ഭാഗം. ഇതാണ് ആ പുള്ളിയിലത്തെ താമരപ്പാടം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വീടാണ് കേട്ടോ മഞ്ജു വാര്യരുടെ വീട്, വാര്യം. വണ്ടി ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ പാർക്ക് ചെയ്യണം. ഇവിടെയുള്ള റൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡൽ ബോട്ട് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പിന്നെ കൊട്ടവഞ്ചിയാണ് ഉള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഈ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഫീലായിരിക്കും. അങ്ങനെ ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് തീരുമാനമായി. അപ്പോൾ മമ്മിയും ഡാഡിയൊന്നും റൈഡിൽ കയറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഉണ്ണിമോളെ അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് തീരുമാനമായി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് റെഡി ആയിട്ട് ഇവിടുത്തെ ഓരോ ട്രിപ്പിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്കുള്ള കൊട്ടവഞ്ചി എത്തി. കൊട്ടവഞ്ചിയിൽ ഞങ്ങൾ കയറി. ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊട്ടവഞ്ചിയിൽ കയറിയപ്പോൾ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം, പക്ഷേ അതുകൊണ്ടായിരിക്കാം ചെറിയൊരു പേടി. സൺഡേ ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ റൈഡുകളിലൊക്കെ കയറാനായിട്ട്. വഞ്ചിക്കാരൻ തുഴഞ്ഞ് പതുക്കെ നീങ്ങി തുടങ്ങി. ഞങ്ങളുടെ പേടിയൊക്കെ മാറി തുടങ്ങിയിട്ടാ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഈ ട്രിപ്പ് ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ചെറുതായിട്ട്. അപ്പോൾ ഇവരുടെ മെയിൻ ഒരു സംഭവമാണ് അറ്റത്തെത്തി കഴിഞ്ഞാൽ ഒരു വട്ടം കറക്കലുണ്ട്. അത് വല്ലാത്തൊരു ഫീലാണ്. അത്യാവശ്യം ചെറിയൊരു കിളിയൊക്കെ പോകും. കുഴപ്പമില്ല, ചെറുതായിട്ടാണ് ആളത് കറക്കിയത്. ഞാൻ ചെറുതായിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലാണ് ആൾ ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മഴ തുള്ളികളിങ്ങനെ പെയ്തു തുടങ്ങിയിട്ടാണ്. അപ്പോൾ തന്നെ അവിടുത്തെ ഒരു ഫീലൊക്കെ ആകെ മാറി, പ്രത്യേക ഒരു വൈബായി. കൊട്ടവഞ്ചിയിലുള്ള ട്രിപ്പൊക്കെ അവസാനിച്ച് ഞങ്ങൾ കരയിലെത്താറായി ഏകദേശം. ഇവിടെ ഇഷ്ടം പോലെ തട്ടുകടകളുണ്ട് കേട്ടോ. ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തട്ടുകടകളും പിന്നെ റൈഡുകളാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു പുള്ളി ഗ്രീൻ പീസ് മുട്ടയാണ് ഓർഡർ കൊടുത്തത്. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി മീനുകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ പീസും മുട്ടയാണ് അത്യാവശ്യം ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പതുക്കെ ഇവിടെ നിന്ന് തിരിച്ചു വീട്ടിലേക്കാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.